ആറന്മുള നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജ് രാവിലെ വോട്ടർമാരെ കാണുകയാണ്. വിശ്വാസികൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു 2 ദിവസമായിട്ട്? വളരെ സന്തോഷം. കാരണം ഞാനിവിടെ ആളാണ്, ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ച, ഇവിടെ പഠിച്ച ആളാണ്, ഇവിടെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പരസ്പരമുള്ള ചേർത്ത് പിടിക്കലിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിലും ആ ചേർത്ത് പിടിക്കൽ കുറച്ചുകൂടി ശക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യം. UDF-നും NDA-ക്കും സ്ഥാനാർത്ഥിയായി അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനുമാണ്. മത്സരം എളുപ്പമാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിന് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഉള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുമ്പുള്ള പത്തനംതിട്ടയല്ല ഇന്നത്തെ പത്തനംതിട്ട. 10 വർഷം മുൻപുള്ള പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള എല്ലാ ഓഫീസുകളും മറ്റിടങ്ങളിൽ പോകും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് ഇത് ഒരു ജില്ലാ സ്റ്റേഡിയം. അപ്പോൾ KK നായർ സാറിൻ്റെ കാലത്ത് എടുക്കപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്, അത് സ്ഥലമാണത്. ഒരു സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് എടുക്കപ്പെട്ട സ്ഥലം. അവിടെ നമുക്കൊരു സ്റ്റേഡിയം എന്നുള്ളത് യാഥാർത്ഥ്യം ആക്കേണ്ടത് പത്തനംതിട്ടയുടെ സ്വപ്നമായിരുന്നു. കാരണം വൈകുന്നേരങ്ങൾ സജീവമാണ്, അവിടെ ആളുകൾ വരിക. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് അത്. നമുക്ക് അതിൻ്റെ സ്പേസ് പൂർത്തിയാക്കും. ജനറൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഓരോരോ സ്കൂളുകളാകട്ടെ, കോളേജുകൾ, ഡിഗ്രി കോഴ്സുകളാകട്ടെ, അങ്ങനെ ഓരോ പുതിയ നഴ്സിംഗ് കോളേജാകട്ടെ, അതുപോലെ കോടതി സമുച്ചയമാകട്ടെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എത്രയോ ഓഫീസുകൾ പുതുതായിട്ട് ഇവിടെ വന്നു, എത്രയോ സർക്കാർ സംവിധാനങ്ങൾ പുതുതായിട്ട്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും അതോടൊപ്പം തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യങ്ങളിൽ ഏറ്റവും വലിയ ഞാൻ പത്തനംതിട്ട കാര്യം മാത്രമാണ് പറഞ്ഞത്. മണ്ഡലം മുഴുവൻ നോക്കിയാൽ ഇപ്പോൾ മണ്ണാക്കടവ് പാലം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഒരു സമൂഹം മുഴുവൻ ഇറങ്ങി വന്ന് ജാതിമത ഭേദമില്ല, രാഷ്ട്രീയ ഭേദമില്ലാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും വന്ന് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയാണ്. കാരണം അത്രയും ആ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ സ്റ്റേഡിയം പത്തനംതിട്ടയിൽ വന്നത് ഏറ്റവും കൂടുതൽ അഭിനന്ദനം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വളരെ നന്നായി കേട്ടോ, ഇത്രയും ഇത് ചെയ്തല്ലോ. കാരണം ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ പ്രചരണം. അപ്പോൾ അവിടെ നിന്ന് ഈ ഇത്ര കേസുകൾ, എല്ലാ പ്രോജക്റ്റുകൾക്കും നമുക്ക് കേസുകളാണ് ഉള്ളത്. അബാൻ ഫ്ലൈ ഓവറിന് 3.5 വർഷം, അത് കോഴഞ്ചേരി പാലത്തിലാണ്. അപ്പോൾ അബാൻ ഫ്ലൈ ഓവറിന് നമുക്കിപ്പോൾ നിലവിൽ 3 കേസ് നിലവിലുണ്ട്. 3.5 വർഷം കേസ് നടത്തിയത് കോഴഞ്ചേരി പാലത്തിൽ ആണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ പൂർത്തിയാക്കി. അതിൻ്റെ അവസാന പരിപാടികളാണ് നടക്കുന്നത്. അബാൻ ഫ്ലൈ ഓവർ ഇപ്പം ഏപ്രിൽ മാസത്തിൽ നമുക്ക് അവസാന 2 സ്പാനുകൾ കൂടി പൂർത്തിയാകുമ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വികസനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രി ഒരു 10 വർഷം മുൻപ് ഒരു പനിക്ക് എഴുതുന്ന ആശുപത്രി എന്നുള്ളതിൽ അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി. കാർഡിയോളജി 3 തസ്തികകൾ, കാർഡിയോളജി, ന്യൂറോളജി, കാത്ത് ലാബ്. ഇപ്പോൾ പണ്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ തൊട്ടടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇന്നോ ജനറൽ ആശുപത്രിയിൽ നമ്മൾ പോയാൽ അവിടെ കാർഡിയോളജി സംവിധാനവും കാത്തലാബും ഉണ്ട്. 8000 ആളുകളാണ് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. ഈ ആരോഗ്യ മേഖലയിൽ വരുന്ന ചെറിയ വീഴ്ചകൾ, അത് ഒരു വകുപ്പിൻ്റെ വീഴ്ചകൾ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ ചെറിയ വീഴ്ചകൾ എന്നതിനപ്പുറത്തേക്ക് പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയൊരു തരത്തിൽ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ശക്തമായി ചിന്തിക്കുന്നു എന്നുള്ളത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അല്ലാത്ത കാര്യങ്ങളിലും എൻ്റെ മേലിലാണ് പണി എന്നുവെച്ചാൽ അന്ന് മന്ത്രി പോലും അല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു മന്ത്രിക്ക് അതിലൊരു എന്താണ് ചെയ്യുക, അതിലെന്താണ് മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുമ്പോഴും ആ കാലത്ത് മന്ത്രി പോലും അല്ലാതിരുന്ന ഒരാൾക്കെതിരെ എനിക്കെതിരെ ആക്രമണം ഉണ്ടാകും. അതിൻ്റെ പേരിൽ വ്യക്തിപരമായി ആക്ഷേപിക്കപ്പെടുന്നു, സൈബറിടത്തിൽ ആക്രമിക്കപ്പെടുന്നു, റോഡിൽ ആക്രമിക്കപ്പെടുന്നു, അതുപോലെ തന്നെ മറ്റ് അല്ലാതെയുള്ള വീട്ടിൽ കയറി ആക്രമിക്കുന്നു. ഇവിടെ ഏതൊക്കെ ഇടങ്ങളിലാണ്? സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു, റോഡിൽ ആക്രമിക്കപ്പെടുന്നു, അല്ലാതെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്നു, വീട്ടിൽ കയറി ആക്രമണം നടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആളുകൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ആളുകൾക്ക് തിരിച്ചറിഞ്ഞു ഇതിങ്ങനെയാണല്ലോ. കാരണം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ 12 ജനറൽ ആശുപത്രി
10 വർഷം മുമ്പുള്ള ആശുപത്രി ഇപ്പോഴത്തെ ആശുപത്രി തമ്മിലല്ലേ താരതമ്യം ചെയ്യുന്നത്. ഇപ്പോൾ കോഴഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുമ്പുള്ള ആശുപത്രിയും ഇപ്പോഴത്തെ ആശുപത്രിയും തമ്മിലല്ലേ താരതമ്യം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം 10 വർഷം മുമ്പുള്ളതും ഇപ്പോഴുള്ളതും തമ്മിലല്ലേ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ തുടങ്ങി, എവിടെ ഈ കാര്യങ്ങൾ സംവിധാനങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ഞാൻ പറഞ്ഞത്, 10 വർഷം മുമ്പ് പത്തനംതിട്ടയിലെ ഒരു ഹൃദ്രോഗ വിഭാഗം സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കാത്ത് ലാബ് ഉൾപ്പെടെ പക്ഷാഘാതം വന്നാൽ പത്തനംതിട്ടയിൽ സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉണ്ട്. നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പോകേണ്ട. പത്തനംതിട്ടയിൽ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. അത് ഫുഡ് സേഫ്റ്റി ലാബ്, അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ ഓഫീസ്, വനിതാ വികസന, അങ്ങനെ എത്രയോ ഓഫീസുകൾ, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ആറന്മുള. അതിൽ 13 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ പത്തനംതിട്ടയുടെ ഈ ഒരു ഭാഗത്തെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഓരോ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ സാധിച്ച ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ആ വികസനം ജനങ്ങൾ നെഞ്ചിലേറ്റെടുത്തു എന്നുള്ളതാണ്. തുടർച്ചയ്ക്ക് എല്ലാവരും ഒപ്പമുണ്ട്, എല്ലാവരും ഒപ്പം ആ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ പെരുന്നാൾ ദിവസം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയാണ്. പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. നമുക്കിപ്പോൾ ലോകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഗ്യാസിന് പ്രതിസന്ധി നേരിടുന്നു. നമ്മുടെ അടുക്കളകളിൽ ആഹാരം പാകം ചെയ്യാൻ ഗ്യാസ് ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രശ്നം നേരിടുന്നു. എത്രയോ ആളുകൾ, എത്രയോ ഇടങ്ങളിൽ ഇപ്പോൾ ഇവിടേക്കുള്ള ഫ്ലൈറ്റുകൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ കോഴഞ്ചേരി തെക്കേപ്പലയിലൊരു ഫ്യൂണറലിന് പോയപ്പോൾ മകൾക്ക് വരാൻ കഴിഞ്ഞില്ല, മകൻ മാത്രമേ വന്നുള്ളൂ, ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ എത്ര വലിയ ദുരിതം അനുഭവിക്കുന്നു അച്ഛനമ്മമാർ നാട്ടിൽ. അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മക്കൾക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആളുകൾ ലോകത്ത് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.